ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 27/2024 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആര്? ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഗറില്ല സമരം നടത്തിയത് താന്തിയ തോപ്പിയാണ്. ഗറില്ല സമരം താന്തിയ തോപ്പി, തൊപ്പി വെച്ച ഒരാളാണ് ഗറില്ല സമരം നടത്തിയത്. അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കും. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏത്? പട്ടണമാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. പട്ടണം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് പട്ടണം എന്ന് പറയുന്നത് പ്രദേശമുള്ളത്. അപ്പോൾ എന്താണ്? യവനന്മാരും റോമാക്കാർക്കുമായിട്ടുള്ള കേരളവുമായിട്ടുള്ള ബന്ധം കിട്ടിയത് എവിടെ നിന്നാണ്? പട്ടണം ജില്ല. പട്ടണം ജില്ലയല്ല, പട്ടണത്ത് നിന്നാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. നമ്മുടെ കേരളം ഫോം ചെയ്ത ആ ദിവസം തന്നെയാണ് 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ് വന്നത്. ഇനി ആന്ധ്രയാണ് ഓപ്ഷനിലുള്ളതെന്നുണ്ടെങ്കിൽ ആന്ധ്ര ഫോം ചെയ്തത് 1953 എന്ന് പറയുന്ന സമയത്താണ്, എന്ന് വർഷത്താണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ്? ജനീവ. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്ത ജനനം ജനീവ, ജനിക്കുന്നത്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ജനീവ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അത് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം 1920, ഗേദ സത്യാഗ്രഹ 17, ചമ്പാരൻ 18, സിവിൽ നിയമലംഘന പ്രസ്ഥാനം 30. അപ്പോൾ 3, 2, 1, 4 എന്നുള്ളതാണ് ഓർഡർ. ഒന്നും കൂടി പറയാം. ചമ്പാരൻ, ഞാനൊന്നും പറഞ്ഞതിൽ മാറി തോന്നുന്നു. ചമ്പാരൻ 1917. ഈ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്താണെന്ന് തോന്നുന്നു. ചമ്പാരൻ, അത് തന്നെ ചമ്പാരൻ. അത് കഴിഞ്ഞ പിന്നെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഗാദ സ്ട്രൈക്ക്, രണ്ടും 18 ഒരുമിച്ചാണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917, ചമ്പാരൻ 17. പിന്നെ ഖേദ 1918 ഖേദ. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 1920, 22 മറ്റേ ചൗരി ചൗര മൂവ്മെൻറ്റോടുകൂടി അത് നിർത്തലാക്കി. അപ്പോൾ 20 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, നമ്മുടെ ഉപ്പ് കുറുക്കൽ പരിപാടി, അത് 1930. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് 1930. അപ്പോൾ ഈ ഓർഡർ പഠിച്ചിരിക്കുക, വർഷങ്ങളെല്ലാം ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ: 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഏത് വർഷം ജനിച്ചത്? 2023 കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ജനിച്ച വർഷം എന്ന് പറയണത് 1873 ജനിച്ചത്. 1873 ഡിസംബറിൽ ജനിച്ചു. 1932 മരിച്ചു. 32 എന്ന് പറയുമ്പോൾ നമ്മുടെ 32 അത് നമ്മുടെ ഉപ്പ് കുറുക്കൽ അല്ലേ? അതെ. പിന്നെ 31, 32 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കണം. ആ സമയത്തൊക്കെ ആൾ മരിച്ചു. അപ്പോൾ 1873 എന്ത് ചെയ്തു? ആൾ ജനിച്ചിട്ടുണ്ട് കേട്ടോ. ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ 150-ാം ജന്മവാർഷികം 2023 നടന്നു. 2023 ഡിസംബറിൽ നടന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് വെച്ചാൽ നമ്മുടെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ: ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. അതെ. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അതും ശരിയാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. ഇല്ല, ഹിമാലയ പർവ്വത മേഖലകളിൽ കനം കൂടുതലാണെങ്കിലേ ഉള്ളൂ. മനസ്സിലായോ? കുറവ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ എർത്തിൻ്റെ ഉള്ളിലോട്ട് അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ, എർത്ത് ക്രസ്റ്റ് വരുന്നുണ്ട്, മാൻഡിൽ വരുന്നുണ്ട്, ഔട്ടർ കോർ വരുന്നുണ്ട്, ഇന്നർ കോർ വരുന്നുണ്ട്. ഇതിൽ അങ്ങ് രണ്ടറ്റത്തുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് ക്രസ്റ്റും ഇന്നർ കോറും, നടുക്കുള്ളതല്ല, അങ്ങ് അറ്റത്തുള്ള രണ്ട് സാധനങ്ങളും എന്താണ്? സോളിഡാണ്. നമുക്ക് കാണാവുന്ന ലിത്തോസ്ഫിയർ, നമ്മുടെ ഭൂമിൻ്റെ പുറമേ കാണുന്ന മണ്ണ്, കല്ല്, പാറ, അതൊക്കെ എന്താണ്? കട്ടിയുള്ള സാധനങ്ങളാണ്, സോളിഡാണ്. നടുക്കുള്ള രണ്ട് സാധനങ്ങളും ലിക്വിഡാണ്. ലിക്വിഡ് എന്ന് വെച്ചാൽ വെള്ളം എന്നല്ല, ദ്രാവകമായിട്ടുള്ള സെമി സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളാണ് നടുക്കുള്ളത്. എന്ന് വെച്ചാൽ മാൻഡിലും നമ്മുടെ ഔട്ടർ കോറും എന്താണ്? സെമി സോളിഡ് ആണെന്ന് ഓർത്താൽ മതി. പിന്നെ ഇവിടെ എന്താ പറയുക? സമുദ്രതട ഭൂവൽക്കവും വൻകര ഭൂവൽക്കവും. ഈ സമുദ്രതടം സിയാലും സീമ എന്ന് പഠിച്ചിട്ടില്ലേ? സിലിക്കയും മഗ്നീഷ്യമാണ് സമുദ്രത്തിലുള്ളത്. നമ്മുടെ ഭൂമിയിൽ മണ്ണിലുള്ളത് ഏതാണ്? സിയാലാണ്. സിലിക്കയും അലൂമിനിയം. അതൊക്കെ തന്നെയാണ് ഞാനിവിടെ നോട്ട്സായിട്ട് എഴുതിയിരിക്കുന്നത്. നമുക്കതിൽ വല്ലതും എക്സ്ട്രാ ഉണ്ടാവുമെന്നൊന്ന് നോക്കാം. അപ്പോൾ അത് തന്നെ ക്രസ്റ്റ്, എർത്ത് ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. അത് ക്രസ്റ്റും നമ്മുടെ ഇന്നർ കോറും സോളിഡാണ്, ബാക്കി രണ്ടും ലിക്വിഡാണ്. ഇതെൻ്റെ ഒരു റഫ് നോട്ട്സാണ് കേട്ടോ.
പിന്നെ ഓഷ്യാനിക് ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ സീമയാണ്. കോണ്ടിനെൻ്റൽ ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ സിയാലാണ്. സിയാലും സീമ. അതിൽ കട്ടി കൂടുതൽ ആർക്കാണ്? ഓഫ് കോഴ്സ് നമ്മുടെ കോണ്ടിനെൻ്റലിനാണ് കട്ടി കൂടുതൽ, ഓഷ്യാനിക്കിന് കട്ടി കുറവാണ്. പിന്നെ എന്താ തിരമാലകൾ എന്നാൽ എന്താണ് ഉത്തരം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജപ്രവാഹമാണ്. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലൂടെയുള്ള ഊർജ്ജപ്രവാഹമാണ് എന്ന് പറയുന്നത് തിരമാലകൾ. അല്ലാണ്ട് ജലത്തിൻ്റെ ചലനം മാത്രമല്ല തിരമാലകൾ. ചന്ദ്രൻ്റെയും സൂര്യയുടെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനവുമല്ല തിരമാല. സമുദ്ര ഉപരിതലത്തിലൂടെ ഉണ്ടാകുന്ന ഊർജ്ജ പ്രവാഹമാണ് എന്തെന്ന് പറയുന്നത്? തിരമാലകൾ എന്ന് പറയുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. തെറ്റ് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, സെൻറ്റൻസ് എന്ന് പറയുന്നത് പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. പശ്ചിമ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ തീരം അപേക്ഷിച്ച് ആന്ധ്രയുടെ തീരം വീതി കുറവാണെന്നാണ് പറയുന്നത്. നേരെ മറിച്ചാണ്, നമുക്ക് വീതി കുറവാണ്. നമ്മൾ കടൽ എടുത്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പുറത്തുള്ള കടൽ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക, കടൽ മാറിക്കൊണ്ടിരിക്കുക. അവിടെ വീതി കൂടി വരുള്ളൂ. നമ്മളുടെ വീതി കുറഞ്ഞു നമ്മുടെ കടൽ എടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് കിഴക്കോട്ടൊഴുകി എന്ന് വെച്ചാൽ നമ്മുടെ ആന്ധ്രയിലോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളിൽ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ഓഫ് കോഴ്സ് അവിടെയാണ്, നമുക്ക് ഡെൽറ്റയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ആ ആന്ധ്ര സൈഡിലുള്ള ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. 3ാമത്തെ സെൻറ്റൻസ്, താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഓഫ് കോഴ്സ് നമ്മുടെ തീരസമതലം എന്താണ്? താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. പിന്നെ കൊടുത്തിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൽനിനോ എന്താണ്? സമുദ്രത്തിലെ ടെമ്പറേച്ചർ കൂടുന്ന ആ ഒരു കൂടുന്നതിനെയാണ് എൽനിനോ എന്ന് പറയുന്നത്. ലാനിനോ എന്ന് പറയുന്നത് കുറയുന്നതിനെയാണ് ലാനിനോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപ്പാദന കേന്ദ്രമാണ് ജിയോ തെർമൽ പവർ സ്റ്റേഷൻസ് എന്നാണ് ഇത് പറയുന്നത്. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഉത്തരം വരുന്നത് പുക് താഴ്വര, മണികിരൺ ഹിമാചൽ പ്രദേശ്, പുക് താഴ്വര ലഡാക്കാണ്. പുക് താഴ്വര ലഡാക്കും മണികിരൺ ഹിമാചൽ പ്രദേശുമാണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലേസിയേഴ്സ് ഒക്കെ ഇല്ലേ, ചൂട് നീരുറവ എന്നൊക്കെ പറയില്ലേ, ഗ്ലേസിയേഴ്സ് തിളച്ചുകൊണ്ടിരിക്കുക, അതിൽ നിന്ന് നമ്മൾ എനർജി ഉണ്ടാക്കുന്നതിനെയാണ് ഭൗമ താപോർജ്ജ ഉൽപ്പാദന കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ഉത്തരങ്ങൾ. മണികിരണും പുക് വാലിയാണ് നമ്മുടെ ജിയോ തെർമൽ പവർ സ്റ്റേഷൻസ് ആയിട്ട് വരുന്നത്. ഭൗമ താപ വികിരണ കേന്ദ്രങ്ങൾ, ആ സംഭവങ്ങൾ വരുന്നത് മണികിരൺ ഹിമാചൽ പ്രദേശിലും പുക് വാലി ലഡാക്കിലുമാണ്. ഓർത്തിരിക്കുക. പിന്നെ 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? അതാണ് മിഷോങ് ആണ്. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണം മിഷോങ് ആണ്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ഓരോരോ ചുഴലിക്കാറ്റുകളാണ്. മിഷോങ് എന്താണ്? നമ്മുടെ തമിഴ്നാട് തീരത്തുണ്ടായത്. ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ് എന്ന് പറയുന്നത്. 2023 ഡിസംബറിൽ എന്ന് വെച്ചാൽ അവസാനമാണ്, അധികം ആയിട്ടില്ല. മിഷോങ് അത് പേരിട്ടത് മ്യാൻമാറാണ്. അതിന് പേരിട്ടത് മിഷോങ്, മ്യാൻമാർ. ഓർത്തിരിക്കാം, മാമ. പിന്നെ അസാനി എന്നുള്ളത് 2022 ആന്ധ്ര തമിഴ്നാട് തീരത്തിൽ വന്നതാണ്. അത് ശ്രീലങ്ക, കുറച്ചും കൂടി പഴയത്. യാസ് ഒന്നും കൂടി പഴയതാണ്, 2021. പിന്നെ മാൻഡസ് നെയിംഡ് UAE ആണെന്ന് ഓർക്കുക. അപ്പോൾ മിഷോങ് ആരാ പേരിട്ടത് ഓർക്കുക? മ്യാൻമാറാണ് മിഷോങ് പേരിട്ടിരിക്കുന്നത്. പിന്നെ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ്, ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു വലിയ ഫലമാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയില്ല. ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം പണിക്കരാറിനെയാണ് ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്, പുറം പണിക്കരാർ. ഇനി GST നിലവിൽ വന്നത് എന്ന്? ജൂലൈ 2017 ആണ് GST വന്നത്. ഇങ്ങനെ ഓർത്തിരിക്കാൻ മതി. ജൂലൈ എന്ന് പറയുന്നത് 7th മന്താണ്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്നത് 7th മന്താണ്. 2017ലും 7 ഉണ്ട്. ഈ G എന്ന് പറയുന്നത് 7th ആൽഫബറ്റാണ്. ABCDEFG. G എന്ന് പറയുന്നത് 7th ആൽഫബറ്റാണ്. സോ GST എന്ന് പറയുമ്പോൾ എല്ലാം 7ൻ്റെ ഒരു കളിയാണ്. പക്ഷേ 7ാം തീയതി അല്ല കേട്ടോ, 1ാം തീയതിയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. സെയിം ഈ വർഷം നടന്ന തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സെൻറ്റൻസ് നേരത്തെ നാം ചെയ്തൊരു ക്വസ്റ്റ്യനിൽ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ അത്യുൽപാദന മേന്മയുള്ള വിളകൾ കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഉണ്ടാക്കുന്നതിൽ കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു, അത് ശരിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം 1970
പകുതി മുതൽ 1980 പകുതി വരെയാണ്. യോജിക്കാത്ത തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലൊന്നും തെറ്റില്ല, എല്ലാം ശരിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 80 പകുതി വരെയായിരുന്നു. പിന്നെ ഒന്നാം ഘട്ടം അപ്പം എന്നാണ് 1960 പകുതി മുതൽ 70 പകുതി വരെയായിരുന്നു ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി അതായത് ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന ഏതാണ്, തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികളുമുണ്ട്, ഘടനാപരമായ പരിഷ്കാരങ്ങളുമുണ്ട്. സുസ്ഥിരമാക്കൽ നടപടികൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, ഘടനാപരമായ പരിഷ്കാരങ്ങൾ സ്ട്രക്ചറൽ റിഫോംസ് ആണ്. സുസ്ഥിരമാക്കൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു പ്രശ്നം വന്നാൽ ഉടനെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കാണുന്നതിനാണ് സുസ്ഥിരമാക്കൽ എന്ന് പറയുന്നത്. ഘടനാപരമായ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ റിഫോംസ്, സ്ട്രക്ചറൽ റിഫോംസ് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നം വന്നു, പെട്ടെന്ന് അത് സുസ്ഥിരമാക്കൽ നടപടിയിലൂടെ അതങ്ങോട്ട് സോൾവ് ചെയ്തു. പക്ഷേ അതിനെപ്പറ്റി ശരിക്കും പഠിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുന്നുണ്ട്, സ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നോക്കുന്നതാണ് സ്ട്രക്ചറൽ റിഫോംസ്. ദീർഘമാണ് ആ ഒരു പരിപാടി ദീർഘമാണ്. ഓക്കെ, ഇനി അടുത്ത ബി ഓപ്ഷൻ നോക്കാം. സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, സുസ്ഥിരമാക്കൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്? അടവ് ശിക്ഷത്തിലെ കമ്മി പരിഹരിക്കുന്നതിന് നമുക്കൊരു അടവ് മര്യാദയ്ക്ക് അടയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു. പണപ്പെരുപ്പം അത് പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. പണപ്പെരുപ്പം വന്നാൽ അത് നിയന്ത്രിക്കുന്നത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് അല്ലെങ്കിൽ സുസ്ഥിരമാക്കൽ നടപടികളിലൂടെ ചെയ്യുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഘടനാപരമായ പരിഷ്കാരങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. അല്ല, അത് തെറ്റല്ല, അത് ദീർഘകാലമാണ്. സ്ട്രക്ചറൽ റിഫോംസ് ദീർഘകാലമാണ്, സുസ്ഥിരമാക്കൽ നടപടികളാണ് എന്തെന്ന് പറയണത് ഹ്രസ്വകാല നടപടികൾ. ഇനി ഡി ഓപ്ഷൻ നോക്കാം. ഘടനാപരമായ പരിഷ്കാര നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഘടനാപരമായ അതായത് സ്ട്രക്ചറൽ റിഫോംസിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക, ഇവയൊക്കെയാണ് എന്തിൻ്റെ ഘടനാപരമായ സ്ട്രക്ചറൽ റിഫോംസിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. മറ്റേ സുസ്ഥിരമാക്കൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് വെച്ചാൽ അടവ് ശിക്ഷ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നിയന്ത്രിക്കുന്നത്, പണപ്പെരുപ്പം നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി 17th ക്വസ്റ്റ്യൻ, നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നയരൂപീകരണവും പദ്ധതികളും ചട്ടക്കൂടും രൂപപ്പെടുത്തൽ ശരിയാണ്. സഹകരണം ഫെഡറലിസം ശരിയാണ്. നിരീക്ഷണവും വിലയിരുത്തലും ശരിയാണ്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ നീതി ആയോഗിൻ്റെ എയിം എന്ന് പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതിൽ പക്ക സെൻറ്റൻസുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്നല്ല, ഈ പക്ക സെൻറ്റൻസുകൾ നിങ്ങൾ ഓർത്തിരിക്കുക, അതാണ് ഏറ്റവും വലിയ വഴിയുള്ളത്. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്താൻ, ഇതെന്താണെന്നൊന്ന് എഴുതാനൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഈ വേർഡ്സുകൾ കുറച്ച് എന്തുണ്ട്, നമുക്ക് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമ്മൾ ഓർത്തിരിക്കുക. തൽക്കാലം ഇപ്പോൾ ഈ 3 ഓർത്തിരിക്കുക. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണം ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY നിലവിൽ വന്നത് എന്നാണ്? 28 ഓഗസ്റ്റ് 2014. ഇത് ഇച്ചിരി പഴയൊരു പദ്ധതിയാണ്, ഓർമ്മയില്ലേ? എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് മോദി ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഈ കൊറോണ ടൈമിൽ എപ്പോഴും 1500 രൂപ എന്തോ എങ്ങനെ എടുത്തത് PMJDY വഴി അക്കൗണ്ട് എടുത്ത എല്ലാവർക്കും ഈ ഒരു പൈസ കിട്ടിയായിരുന്നു. അത് വന്നതെന്നാണ് 28 ഓഗസ്റ്റ് 2014. 24 വർഷം 10 വർഷം കഴിയാൻ പോകുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവർ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ് കൈക്കൊണ്ടത്. തെറ്റാണ്. എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു, പ്രസിഡൻ്റ് ആയ അയാൾ നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. പ്രസിഡൻ്റ് എടുത്തിരിക്കുന്നതും നിർദ്ദേശിച്ചു എന്ന് പറയുന്നത് DPSP മാർഗനിർദ്ദേശക തത്വങ്ങളാണ് നിർദ്ദേശിച്ചു പറയുന്നത്. പ്രസിഡൻ്റ് ആയ അയാൾ അല്ലെങ്കിൽ അയാന്ന് ഉള്ളതാണ് അയർലൻഡ്. അപ്പോൾ എവിടെ നിന്നാണ് പ്രസിഡൻറ്റും ഈ നിർദ്ദേശങ്ങളും എടുത്തിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്? ഇല്ല, ഒരിക്കലും ഇല്ല. ഇതിനൊന്നും നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് മാത്രമേ നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുള്ളൂ. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓഫ് കോഴ്സ് അതിൽ വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. അതും ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു, അതും ശരിയാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, സമവർത്തി ലിസ്റ്റിലോ അതായത് കൺകറൻറ്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് 248. 248 അതാണ് എന്ത് പറയുന്നത്? കൺകറൻറ്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഇല്ലാത്ത ഏത് വിഷയങ്ങളുമായി, ഓഫ് കോഴ്സ് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എടുക്കുന്നത് ആരാണ്? യൂണിയനാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ 2 പേരും കൂടി എടുക്കുന്നു, എന്നാലും കൂടുതൽ അവകാശം ആർക്കാണ് ഉള്ളത്? നമ്മുടെ യൂണിയനാണ്. ഇനി ഇതുമല്ല, കൺകറൻറ്റ് ലിസ്റ്റിലും അല്ല,
നമ്മുടെ സംസ്ഥാന യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് 248 പറഞ്ഞത്. അതായത് റെസിഡ്യൂറി പവേഴ്സ്, ബാക്കിയുള്ള റെസിഡ്യൂറി പവേഴ്സൊക്കെ 248. ഇനി ഇതിൻ്റെ എക്സ്ട്രാ പോയിൻ്റായിട്ട് ഇനി 302 ആർട്ടിക്കൽ എന്ന് വെച്ചാൽ പവർ ഓഫ് ദ പാർലമെൻറ്റ് ടു ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ്. ട്രേഡ് കൊമേഴ്സിൽ പാർലമെൻറ്റിന് ഇടപെടാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് 302 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. പവർ ഓഫ് പാർലമെൻറ്റ് ടു ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് കൊമേഴ്സ് ആൻഡ് ഇൻ്റർകോഴ്സ് എന്നാണ് 302 പറയുന്നത്. ബാക്കിയൊന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ആർട്ടിക്കിളാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ സെൻറ്റൻസ് സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കാനും പ്രസിഡൻറ്റിന് അധികാരമുണ്ടായിരിക്കും. അത് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കാനും പ്രസിഡൻറ്റിന് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണത്. പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 293. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ്, നമ്മുടെ പിണറായി വിജയനൊക്കെ കടമെടുക്കുന്ന കാര്യങ്ങൾ പറയുന്നില്ലേ, ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 293 എന്ന് പറയുന്നത്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെൻറ്റിന് സമർപ്പിക്കേണ്ടതാണ്. ഇത് തെറ്റാണ്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പ്രസിഡൻറ്റിനാണ് സമർപ്പിക്കേണ്ടത്. ഈ പ്രസിഡൻറ്റ് സ്റ്റേറ്റ് പാർലമെൻറ്റിനും കൊടുത്തോളും. പിന്നെ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. 4 അംഗങ്ങളല്ല ഉള്ളത്, 5 അംഗങ്ങളുണ്ട്. 21ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കാനും പ്രസിഡൻറ്റിന് അധികാരമുണ്ടായിരിക്കും. അത് ശരിയാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 296. 296 കടമെടുപ്പിനെ കുറിച്ച് പറയുന്നത്. 296 UPSC വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെൻറ്റിന് സമർപ്പിക്കേണ്ടതാണ്. പാർലമെൻറ്റിനല്ല, പ്രസിഡൻറ്റിന് സമർപ്പിച്ചാൽ മതി. പ്രസിഡൻറ്റ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പാർലമെൻറ്റിൽ സമർപ്പിച്ചോളും. പിന്നെ ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങളുണ്ടായിരിക്കും. ഇല്ല, മൊത്തം 5 അംഗങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ തെറ്റുകളാണ് ഉള്ളത് കേട്ടോ. അതെ, അടുത്ത നമുക്ക് അതിൻ്റെ എവറി ഇയർ ദ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സബ്മിറ്റ്സ് എ റിപ്പോർട്ട് ഓഫ് ഇറ്റ്സ് വർക്ക് ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. പ്രസിഡൻറ്റ് പ്ലേസസ് ദിസ് റിപ്പോർട്ട് ബിഫോർ ദ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. അപ്പോൾ പ്രസിഡൻറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി. ആര്? UPSC. അത് എന്നിട്ട് പ്രസിഡൻറ്റ് പാർലമെൻറ്റിന് കൊടുത്തോളും. പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ SC ഈസ് അത് അടുത്തതിൻ്റെയാണ് കേട്ടോ. അല്ല സെയിം തന്നെയാണ്. SCയുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ ആൻഡ് 3 other members. ദ ചെയർമാൻ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ. അപ്പോൾ 3 other members ഉണ്ടാവും. സോ ടോട്ടൽ 5 members ഉണ്ട്. 3 other members കൂടി ഉണ്ട്. അപ്പോൾ ദ ചെയർമാൻ ഓഫ് ഇതിൻ്റെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ചെയർമാൻ എന്ന് പറയണത് കിഷോർ മക്വാന. പുതിയതാണ് കേട്ടോ ആൾ. ഇതിന് മുന്നേ ഉള്ള ആളായിരുന്നു, നമുക്ക് പരിചയമുള്ള ഒരു പേരായിരുന്നു. ഇതിന് മുന്നേ പരിചയം എന്ന് വെച്ചാൽ പഠിച്ച് പരിചയം. ഇത് പുതിയൊരാളാണ്, കിഷോർ മക്വാന. കിഷോറാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ചെയർമാൻ. 3 other members വേണം. അപ്പം 4. ഇത് ഉൾപ്പെടെ 4 എന്നാണ് പറയുന്നത്. ശരിക്കും ഉൾപ്പെടെ 5 അംഗങ്ങളാണ് വേണ്ടത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ട്രേഡ് യൂണിയനുകൾ എവിടെയാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. ശരിയായിട്ടുള്ളത് ആകെ 3ഉം 4ഉം ഉള്ളൂ. 3 ഏതാണ്? 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. ശരി. 74ാം ഭേദഗതി നഗരപാലിക മുനിസിപ്പാലിറ്റി ബില്ലും നടപ്പാക്കി. ഓക്കെ, ശരി. എന്താണ് 1ഉം 2ലെയും തെറ്റ്? 44ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. അല്ല, 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ല, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന ആവശ്യം ചേർക്കപ്പെട്ടത്. 1976 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ അല്ല, അതുമല്ല, 52 അല്ല, 42ാമത്തെ മൗലിക കടമകളിലൂടെ തന്നെയാണ് ഭേദഗതിയിലൂടെ തന്നെയാണ് മൗലിക കടമകൾ ചേർത്തത്. 24ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ശരിയാണ്. സി. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7 അല്ല 15 വനിതകൾ പങ്കെടുത്തായിരുന്നു. അപ്പോൾ 7 അല്ല 15 വനിതകളാണ് പങ്കെടുത്തത്. എങ്ങനെയാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ എന്ന് വെച്ചാൽ 6 തീയതി ഓർക്കുക, ഡിസംബർ 6 രൂപം കൊണ്ടു.
ഡിസംബർ 6 തീയതി ഫോം ചെയ്തു. 9 തീയതി അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു അധ്യക്ഷൻ വേണമല്ലോ. അങ്ങനെ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അതെന്നാണ്? 6 കഴിഞ്ഞ 9, 9 കഴിഞ്ഞ 12 അല്ല 11. 11 എന്ത് നടന്നു? മെയിൻ അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ മെയിൻ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. ആയിക്കോട്ടെ. 11 കഴിഞ്ഞാൽ പിന്നെ 13 നമ്മുടെ ജവഹർലാൽ നെഹ്റു ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇല്ലേ, ആമുഖം ഉണ്ടാക്കിയ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അത് അവതരിപ്പിച്ചത് ഈ 13 പിന്നെ ഇതിൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വെച്ചാൽ 9 തീയതി നടന്ന, ഇതെവിടെ വെച്ചാൽ നടന്നതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച് നടന്നതിൽ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. ഇതിൽ 207 പേര് പങ്കെടുത്തു. 300 എത്രയുണ്ട് ടോട്ടൽ? 207 പേര് പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 15. ദ അസംബ്ലി കൺസിസ്റ്റഡ് ഓഫ് 389 മെമ്പേഴ്സ്. 389 389 ഒരെണ്ണം കുറവ്, 389 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 15 പേര് സ്ത്രീകളായിരുന്നു. 15 വുമൻസ് പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളതിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ഇത് വളരെ ഇങ്ങനെ കുറുക്കിയിട്ടേക്കണ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാം. 1988 സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജിയായി. 1988 1989 വനിതാ ജഡ്ജിയായത്. സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജിയായത്. നമുക്കാദ്യം ശരി പഠിക്കാം കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ആര് എന്ന് പറയുന്നത്? NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ അംഗമായ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി, ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്, മുസ്ലിം വനിതാ ജഡ്ജി. ഇനി അപ്പോൾ ആദ്യ വനിതാ ജഡ്ജി ആരാണ്? അന്ന ചാണ്ടി, അത് നമുക്കറിയാം. ഇത് രണ്ടും തെറ്റാണ്. ഇനി ഈ അന്തരിച്ചത് 2023, അതുകൊണ്ടാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. 2023 നവംബറിലാണ് ഇവർ അന്തരിച്ചത്, അതാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അന്തരിച്ചത് 2023 നവംബർ 22 ഇത് ഭയങ്കര 22 23 അന്തരിച്ചത്. ആ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. 2 ഡേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറ്റിയിട്ടേക്കുവാണ്. ഫാത്തിമ ബീവി, ഷി വാസ് എലിവേറ്റഡ് ടു ദ കേരള ഹൈക്കോർട്ട് ഇൻ 1983. കേരള ഹൈക്കോർട്ടിൽ ജഡ്ജിയായിട്ട് 1983 വന്നു. became a permanent judge the following year. Justice Fatima Bibi was appointed as the judge of the Supreme Court in 1989 during Rajiv Gandhi's tenure as Prime Minister. പിന്നെ ഫാത്തിമ ബീവിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 30 ഏപ്രിൽ 1927 മുതൽ 23 നവംബർ 2023 വരെയാണ്. 23 നവംബറാണ്. ഇവിടെ ചെന്നിരിക്കുന്നത് 22 എന്നാണ്. അതേപോലെ സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജി ആയിട്ട് കയറിയത് 1988 അല്ല 89. ജസ്റ്റ് ഒരു നമ്പറിൻ്റെ മിസ്റ്റേക്കിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ, തെറ്റിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. 26 അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 358 319 എന്ന് പറയുമ്പോൾ 9 ആണെന്ന് വിചാരിക്കേണ്ട. 358 എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 19 നമ്മൾ 19 ഒഴികെയുള്ള ബാക്കി എല്ലാ റിട്ടുകളും റദ്ദ് ചെയ്യും എന്ന് പറയണത് എനിക്ക് തോന്നുന്നു 359 തോന്നുന്നു. ഏതൊരു ആർട്ടിക്കിൾ പറയും, പക്ഷേ 19 റദ്ദ് ചെയ്യുമെന്ന് പറയുന്നത് 358. നമുക്കിനി ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ. Article 359 gives the power of the president where the fundamental rights can be suspended during the war, external aggression, armed rebellion, ഫിനാൻഷ്യൽ ക്രൈസിസ് ആൻഡ് മോർ. അതാണ് 359 പറയണത്. പ്രസിഡൻറ്റ് വേർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാം എന്ന് പറയുന്നത് 359. അത്രയേ ഉള്ളൂ കേട്ടോ. 359 358. അപ്പോൾ 58 എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നതിന് സംബന്ധിച്ചുള്ള ആർട്ടിക്കിളാണ് 358. അല്ല, എമർജൻസി കാലത്ത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ കളയും എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്നതാണ് ഈ ആർട്ടിക്കിൾ 19. ഇതിൽ 19 ഒഴിച്ച് ബാക്കിയെല്ലാം റദ്ദ് ചെയ്യും എന്ന് പറയുന്നതാണ് 359. 19 റദ്ദ് ചെയ്യും എന്ന് പറയുന്നതാണ് 358. 360 എന്താണെന്നറിയാമല്ലോ നമുക്ക്, ഫിനാൻഷ്യൽ എമർജൻസിയാണ്. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? നമ്മുടെ UPSC കേരള PSCയുടെ ആരാണ്? ഇപ്പോൾ ബൈജു ആണ്. UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണിയാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലത്തിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തു എന്ന് വെച്ചാൽ 33% സീറ്റുകൾ ആർക്കാണ്? സ്ത്രീകൾക്കാണ്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓഫ് കോഴ്സ് പഞ്ചായത്ത് രാജ് 11ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റി
നഗരപാലിക 12ാം ഷെഡ്യൂൾ. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. അതെ, ഗ്രാമസഭയുടെ മേൽനോട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നു. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. അല്ല, ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും വിളിക്കുന്നത് വാർഡ് മെമ്പറും അധ്യക്ഷനാവുന്നത് പ്രസിഡന്റുമാണ്. കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം എന്നാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിന് ഇവിടുത്തെ ഉത്തരം ഫെബ്രുവരി 19. ഇത് ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളതാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യായിരുന്നു. ഇതിൽ ശരിക്കും നമ്മുടെ ഏപ്രിൽ 24 ആണ് എന്തെന്ന് പറയണത്, നാഷണൽ പഞ്ചായത്തി രാജ് ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 24 ആണ്. പക്ഷേ ഫ്രം 2012 onwards it is decided to celebrate February 19th as the Balwantrai Mehta Day and April 24 as the Panchayati Raj Day. In this function, Kerala government distribute the Swaraj Trophy and Crash Prize for the best local bodies. നമ്മുടെ സ്വരാജ് ട്രോഫി കൊടുക്കുന്നത് ഈ ദിനമാണ്. ഇതിൽ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബൽവന്ത്രായ് മറ്റേ പഞ്ചായത്തി രാജ് ഡേ ആണോന്നാവും. അപ്പോൾ ഫെബ്രുവരി 19th ബൽവന്ത്രായ് മേത്ത ഡേ ആഘോഷിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഉത്തരം തന്നിരിക്കുന്നത് കേരള പഞ്ചായത്തി രാജ് ഡേ ഫെബ്രുവരി 19 എന്നാണ് ഉത്തരം തന്നിരിക്കുന്നത്. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 28ാം നമ്പർ ആക്ട്. 2008 28ാം നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ സംരക്ഷണ നിയമം രൂപീകൃതമായത്. 31ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആ ഹൈക്കോടതിക്കായിരിക്കും. ഇപ്പോൾ കേരള ജുഡീഷ്യൽ സർവീസിലെയോ ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ അംഗങ്ങളെ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് കേരള ഹൈക്കോടതിക്കായിരിക്കും. ഓരോ സംസ്ഥാനങ്ങൾക്ക് അവരവരുടെ ഹൈക്കോടതി അതനുസരിച്ചിട്ടാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഡോപ്പാമിൻ. പാർക്കിൻസൺസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഡോപ്പാമിൻ കുറയുന്നത് കാരണമാണ്. ഈ ഡോപ്പാമിൻ കുറയുന്നത് നമ്മുടെ നെർവ് സെൽസ് കുറയുമ്പോൾ, നശിക്കുമ്പോൾ, നെർവ് സെൽസ് നശിച്ചു പോകുമ്പോൾ നെർവ് സെൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനാപ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഡോപ്പാമിൻ എന്ന് പറയുന്നത്. ആ ഡോപ്പാമിൻ ഇല്ലാണ്ടാവും. നെർവ് സെൽ നശിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഡോപ്പാമിനിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാണ്ടാവും. ഈ ഡോപ്പാമിൻ ഇല്ലാണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. ഇനി 33. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? സിറോഫ്താൽമിയ. കണ്ണിൻ്റെ ഏത് അസുഖവും ചോദിച്ചാലും വൈറ്റമിൻ എ വരുന്നതാണ്. ഇനി ഈ നിശാന്തത എന്ന് വെച്ചാൽ നൈറ്റ് ബ്ലൈൻഡ്നസ്, രാത്രിയിലെ കാഴ്ച കാണാൻ പറ്റാത്തൊരവസ്ഥേനെയാണ് നൈറ്റ് നിശാന്തത എന്ന് പറയുന്നത്. തിമിരം എന്ന് വെച്ചാൽ നമ്മുടെ ലെൻസ് അതാര്യമായി തീരുന്നതാണ് തിമിരം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ വൈറ്റമിൻ എയുടെ കുറവാണ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് അതാവുന്നതാണ് എന്ത്? സിറോഫ്താൽമിയ. പിന്നെ ഗ്ലോക്കോമ എന്ന് വെച്ചാൽ അവിടുത്തെ പ്രഷർ വിട്രിയസ് ചേമ്പറിലാണോ അക്യൂസ് ചേമ്പറിലാണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അവിടുത്തെ പ്രഷർ, ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുമ്പോൾ വരുന്നതാണ് ഗ്ലോക്കോമ. ഞാൻ പഠിച്ചത് ജി അല്ലേ, ഗ്ലോക്കോമയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലെറ്റർ ജി അല്ലേ. ജീൻ്റെ വയറിരിക്കണത് നല്ല ഉന്തി തള്ളിയല്ലേ, നിറഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലും അതേപോലെ പ്രഷർ ഇങ്ങനെ നിറഞ്ഞ് ആ ജി ഇങ്ങനെ നല്ല ഉന്തി തള്ളി നിൽക്കുന്നതാണ് ഗ്ലോക്കോമ. മനസ്സിലായോ? അങ്ങനെ ഞാൻ ഓർത്തിരിക്കുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് ഏത്? പ്രൊലാക്റ്റിൻ. ഓഫ് കോഴ്സ് നമുക്കറിയാം മുലപ്പാൽ ഉൽപ്പാദനമാണ്. സൊമാറ്റോട്രോപ്പിൻ എന്ന് വെച്ചാൽ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഒരു പ്രായം വരെ അത് ഉണ്ടാവുള്ളൂ. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നതാണ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. അത് കഴിഞ്ഞാൽ അതില്ലാണ്ടാവും. വാസോപ്രസിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് നമ്മളിപ്പോൾ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ യൂറിൻ കുറയും. യൂറിൻ കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തിരിച്ചെടുക്കും. നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന യൂറിനിൽ നിന്ന് നമുക്ക് ശരീരത്തിന് വീണ്ടും വെള്ളം ആവശ്യം വന്നാൽ ആ യൂറിനിൽ നിന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കും. അതിനെയാണ് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നതാണ് എന്ത്? വാസോപ്രസിൻ. ഇനി ഗൊണാഡോട്രോഫിക് ഹോർമോൺ എന്ന് പറയുന്നത് അത് മാറിയാണ് കൊടുത്തിരിക്കുന്നത്. 3ഉം 4ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കൊടുത്തിരിക്കുന്നത്. ഗൊണാഡോട്രോഫിക് ഹോർമോൺ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതാണ് ഗൊണാഡോട്രോഫിക് ഹോർമോൺ. 35ാമത്തെ ക്വസ്റ്റ്യൻ. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? RNA DNA. DNA ആദ്യം 6 പിന്നെ വരുന്നത്. അതേപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് യുറാസിലും തൈമിനും. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. ഈ 5 കാര്യങ്ങളുണ്ട്. ഇതിൽ യുറാസിലിനെയും തൈമിനെയും എടുക്കുക. ഈ തൈമിനും ടി കഴിഞ്ഞിട്ടല്ലേ യു വരുള്ളൂ. അപ്പോൾ ടി ആർക്ക് കൊടുക്കണം? ഡിക്ക് കൊടുക്കണം. ഡി കഴിഞ്ഞിട്ടേ ആർ വരുള്ളൂ. അപ്പോൾ ടി ഡിക്ക് കൊടുക്കണം, യു ആറിന് കൊടുക്കണം. അപ്പോൾ RNAയിൽ കാണാത്തത് ഏതായിരിക്കുള്ളൂ? തൈമിനായിരിക്കുള്ളൂ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. 36ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം ഓൾ ഇന്ത്യ വെച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു പുരസ്കാരമാണ് എന്ത്?
ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 23 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സമ്മാനം കിട്ടിയത് ചെറുതന. ചെറുതല്ലേ, ചെറുതാണ്. അപ്പോൾ എന്താണ്? ശിശുവാണ്. ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് ചെറുതന. അത് എവിടെയുള്ള, ഏത് സ്ഥലത്താണ്? ആലപ്പുഴയിലെ ചെറുതനയ്ക്കാണ് എന്ത് കിട്ടിയത്? ശിശു സൗഹൃദ, ചെറുതൻ. The Cherdana Grama Panchayat in Alapura district has been chosen the best child-friendly panchayat in the country. While അതേപോലെ നമ്മുടെ കേരളത്തിലുള്ള വേറൊരു പഞ്ചായത്തിനും കിട്ടി. While the Viyapuram Panchayat from the same district won the award for having the best self-sufficient infrastructure. Self-sufficient infrastructure. എന്താ അതിൻ്റെ മലയാളം? സ്വയം എല്ലാം കൊണ്ടും കൊള്ളാം എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ് എന്ത്? വിയാപുരം. വിയാപുരം വിക്ടറി അടിച്ചു എന്ന് നോക്കുക. വി അല്ലേ, വിക്ടറി. അവർക്കെല്ലാം ഉണ്ട്. സെൽഫ് സഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഒന്നിനൊരു കുറവില്ലായിക. അപ്പോൾ ചെറുതനെയും വിയാപുരം ഓർത്തിരിക്കുക കേട്ടോ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞരാണ് ഡ്രൂ വെയ്സ്മാൻ. നമുക്ക് 21, 22, 23 ഈ 3 വർഷം പഠിക്കണം. കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 21 ചോദിച്ചായിരുന്നു, 22 ചോദിച്ചായിരുന്നു, 23 ചോദിച്ചു. 2023 അപ്പോൾ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡ്രൂ വെയ്സ്മാൻ. ഡ്രൂ വെയ്സ്മാൻ ആണ് വൈദ്യശാസ്ത്ര വെയ്സ്മാൻ. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഇതിങ്ങനെ ഇരുന്നാൽ ഓർത്താൽ മതി. ഗമക്കാർ എക്സ്റേയും വിമ്മിട്ട് കഴുകും. ഓർത്താൽ മതി. ഞാനിവിടെ എഴുതിയിട്ടുണ്ടാവും, നോക്കാം നമുക്ക്. ഗമയുള്ളവർ അല്ലെങ്കിൽ ഗമക്കാരോ ഗമയുള്ളവർ. ആ ന്യൂട്ടൺ പെർ മീറ്റർ ഇപ്പം നോക്കണ്ട, അത് അടുത്ത ക്വസ്റ്റ്യൻ്റെയാണ്. ഗമയുള്ളവർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയേക്കുന്ന അക്ഷരങ്ങൾ മാത്രം നോക്കുക. ഗമയുള്ളവർ എക്സ്റേയും വിം ഇട്ട് റെഡിയാക്കും. ഗമേല ഗാമ, എക്സ്റേയിലെ എക്സ്റേസ്. യുമ്മിൽ അൾട്രാ വയലറ്റ് റേസ് ആണ്. വി വിസിബിൾ ലൈറ്റ്, ഐ ഇൻഫ്രാറെഡ്, എം മൈക്രോവേവ്. റെഡിയാക്കും റേഡിയോ വേവ്സ്. മനസ്സിലായോ? ഗമയുള്ളവർ എക്സ്റേയും വിമ്മിട്ട് റെഡിയാക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ആക്ച്വലി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴും നമ്മുടെ എന്ത് കൂടിക്കൊണ്ടിരിക്കും? വേവ് ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. ഫ്രീക്വൻസി കുറയും, വേവ് ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത്ത് കൂടിയത് അങ്ങ് റൈറ്റിൽ കിടക്കുന്ന റെഡി എന്നുള്ളതിൽ റേഡിയോ വേവ്സിനാണ് വേവ് ലെങ്ത്ത് കൂടുതലുള്ളത്. മനസ്സിലായോ? പിന്നെ പ്രതലബലത്തിൻ്റെ സർഫസ് ടെൻഷൻ്റെ SI യൂണിറ്റ് എന്തെന്നാണ്? അത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ന്യൂട്ടൺ പെർ മീറ്ററിനെയാണ് സർഫസ് ടെൻഷൻ. അത് ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് ആ ഉത്തരം ക്യാൻസൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? എർത്തിൻ്റെ പലായന പ്രവേഗം എന്ന് വെച്ചാൽ എസ്കേപ്പ് വെലോസിറ്റി, നമ്മൾ ഇവിടുന്ന് റോക്കറ്റ് വിടുന്നത്, അത് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എന്ത് മാസമുള്ള ഒരു ചെറിയൊരു സാധനമാണെങ്കിലും, ഒരു വലിയ റോക്കറ്റ് ആണെങ്കിലും, ഒരു ചെറിയൊരു തുമ്പിനെ ആണെങ്കിലും, ഇവിടെ നിന്ന് ഇതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ഈ എർത്തിൻ്റെ ഇതിൽ നിന്ന് ആ ഒരു ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ 11.2 m/s വിട്ടാൽ മതി. മീറ്റർ അല്ല, km/s. അപ്പം പലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വെച്ചാൽ 11.2 km/s ആണ് എർത്തിൻ്റെ. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാൾ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? അതിൻ്റെ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ATM അന്തരീക്ഷ മർദ്ദം തന്നിട്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഉത്തരം 2 ATM ആണ്. ഇതെങ്ങനെയാണ് കാണുക എന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് പ്രതലബലത്തിൽ നിന്ന് 10 മീറ്റർ താഴെയാണ്. അപ്പോൾ അയാൾ 10 മീറ്റർ താഴെയിലാണ്, വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്നാൽ നീങ്ങുന്നത്, സർഫസിൽ കിടന്നല്ല, 10 മീറ്റർ താഴെ കിടന്നാൽ നീന്തുന്നത്. എന്ന് വെച്ചാൽ സീ ലെവലിൽ നിന്ന് 10 മീറ്റർ താഴെയാണ്. അപ്പോൾ അത്രയും ഓർത്തിരിക്കാം. ഇനി 1 atmospheric pressure എന്ന് വെച്ചാൽ 101325 പാസ്കൽസിനോട് ഈക്വലാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻1. നമ്മൾക്ക് PSC പ്രകാരം 1 ATM is equal to 10⁵5 പാസ്കൽ എന്ന് പഠിച്ചാൽ മതി. 1 ATM is equal to 10⁵5 പാസ്കൽ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10 മീറ്റർ താഴ്ചയിലുള്ള പ്രഷറാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഷർ അണ്ടർ വാട്ടർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എയർ വരെയുള്ള സീ ലെവൽ വരെയുള്ള പ്രഷർ എന്ന് പറയുന്നത് 1 ATM ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷർ 1 ATM ആണ് സീ ലെവലിലുള്ള. അപ്പോൾ 1 ATM അത്. പിന്നെ പ്രഷർ അണ്ടർ വാട്ടർ, 10 മീറ്റർ താഴ്ചയിൽ വേറൊരു വെള്ളത്തിൻ്റെ ഒക്കെ കൂടി ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ, അതും കണ്ടുപിടിക്കണം. അപ്പോൾ എയർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 ATM എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അല്ലെങ്കിൽ തന്നിട്ടുണ്ട്. ഇനി വാട്ടർ കാണണം എന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു DGH, ρGH എന്നാണ്. റോ മീൻസ് ഡെൻസിറ്റി ആണ്,
ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് ഹൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ഡെൻസിറ്റി നമുക്കവിടെ തന്നിട്ടുണ്ട് 1000 എന്ന് തന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും അവിടെ 10 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഹൈറ്റ് 10 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതും 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10⁵ എന്ന് കിട്ടും. 1 കഴിഞ്ഞിട്ട് 5 0 കിട്ടും. അത് വിച്ച് ഈസ് ഈക്വൽ ടു 10⁵ പാസ്കലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതൊരു 1 ATM എന്ന് കിട്ടി. എന്ത്? പ്രഷർ അണ്ടർ വാട്ടർ 1 AT, പ്രഷർ ഇൻ ദ എയർ, നമ്മുടെ എയറിലുള്ള പ്രഷർ 1 ATM ആണ്, അണ്ടർ വാട്ടറിലും 1 ATM. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 1 + 1 എന്ത് കിട്ടും നമുക്ക്? ആൻസർ കേട്ടോ. സോ പ്രഷർ ഈസ് ഈക്വൽ ടു 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ATM. അങ്ങനെയാണ് നമുക്കിവിടെ 2 ATM എന്നുള്ള ഒരു ആൻസർ കിട്ടിയത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിലായെന്ന് കരുതുന്നു. ഇതെന്താ പോവാത്തെ? ഓക്കെ. ഇനി അടുത്ത് 42ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൻ്റെ pH മൂല്യം എത്രയാണ്? സ്ലൈറ്റ്ലി ബേസിക് ആണ്. നമ്മുടെ എന്ത് ബ്ലഡ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ബേസിക് ആണ്. മനുഷ്യ ശരീരത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4 ആണ്. മനുഷ്യ ശരീരമല്ല, മനുഷ്യ രക്തത്തിൻ്റെ pH മൂല്യം 7.4 ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇപ്പോഴത്തെ ഇയാൾക്ക് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീൽ നേരത്തെയും ചോദിച്ചു, സ്റ്റീൽ ചോദിച്ചു. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണും കാർബണുമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. രണ്ടും ഒരു ലോഹസങ്കരമാണ്. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയായിരുന്നു, ലോഹസങ്കരമാണെന്നുള്ള ഒരു ചോദ്യമായിരുന്നു. സ്റ്റീല് അയണും കാർബണുമാണ് സ്റ്റീൽ. ഇതിൽ ക്രോമിയം ഇടുമ്പോൾ അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ ക്രോമിയത്തിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി ഇടുന്നു, അത് എന്ത് വേണമെങ്കിലും ഇടാം. അങ്ങനെ ഇടുന്ന ഒരു സാധനമാണ് നിക്കൽ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ നിക്കലാണ്. ഈ അയൺ, കാർബൺ, ക്രോമിയം, നിക്കൽ, അതാണ് എന്ത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഉത്തരം അപ്പോൾ നിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ 44. വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? വായുകുമിളകൾ എന്താണ്? താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. താഴേന്ന് മേലേക്ക് പൊങ്ങും തോറും പ്രഷർ കുറഞ്ഞു വരും. പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും. ഇറ്റ്സ് ബോയിൽസ് ലോ. ഇത് ബോയിൽസ് ലോ ആണ്. 45ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശേഷിയുള്ളത്? എന്ന് വെച്ചാൽ 0 റിയാക്ടിവിറ്റി എന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യേണ്ട, ഇറ്റ്സ് ഓൾറെഡി സ്റ്റേബിൾ ആണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡൺ എന്നൊക്കെ പറയണത് എന്തുവാണ്? നോബിൾ ഗ്യാസസ് ആണ്, അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസസ് ആണ്. അവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്. സോ അവരെന്തിൽ രാസസംയോഗന ശക്തിയിൽ ഏർപ്പെടേണ്ട കാര്യമില്ല, ശക്തി വേണ്ട. ഇനി അമ്മന്നൂർ 46ാമത്തെ ക്വസ്റ്റ്യൻ. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കൂടിയാട്ടംകാരനാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. ഇനി 47. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ഫുട്ബോളാണ്. ആദ്യ മത്സര ഇനം ഏതാണെന്ന് എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. ഇനി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? ഫുട്ബോൾ. 2024 എവിടെയാണ് ഒളിമ്പിക്സ്? പാരീസ്. പിന്നെ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന ആശയഗംഭീരൻ അറിയപ്പെടുന്നത് കുമാരനാശാൻ. മറ്റുള്ള ഭാഷകൾ കേവലം തത്രിമ മർത്യനു പെറ്റമ്മ ഭാഷതൻ. ആരുടെ വരികൾ? വള്ളത്തോൾ. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് H9N2. ഇത് വയറൊന്നുമല്ല, നമ്മുടെ ബേർഡ് ഫ്ലൂ ഇല്ലേ, അതിനെയാണ് H9N2 എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വൈറസ് ബാധ എന്നൊക്കെ ഇങ്ങനെ വലിയ ഗമയിലെടുത്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല. H9N2 ഏവിയൻ ഇൻഫ്ലുവൻസ ഓർ ബേർഡ് ഫ്ലൂ ആണ് എന്തെന്ന് പറയുന്നത്? H9N2. ഇനി ഇത് മാത്സ് നിങ്ങൾ ചെയ്ത് നോക്കണം, ഞാനും ചെയ്ത് നോക്കട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് കണ്ടെയ്ൻസ് ജെറണ്ട്? ജെറണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാലോ ING. ഇത് സിമ്പിളാണ്. ഇതിൽ ING ഉള്ളത് നോക്കിയാൽ മതി. സോ ആൻസർ ഈസ് ഹി എൻജോയ്സ് പ്ലേയിങ് സ്കൂട്ടർ. 62. That was a disappointment, but we managed to get the room across the hall from it. That was a disappointment, but we managed to get the room across the hall from it. അടുത്ത ക്വസ്റ്റ്യൻ. As soon as he came, he made sure that everything was all right. അത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാനാണ് പറയുന്നത്. No sooner did he come that he made sure that everything was all right. ഇതിൽ ബാക്കി ഒന്നും നമുക്ക്, ഇത് ഞാൻ എടുത്തത് ബാക്കിയുള്ള ഓപ്ഷൻസ് കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. ഓപ്ഷൻ ബി, ആസ് സൂൺ ആസ് ഹി കെയിം ഹി ഡിഡ് നോട്ട് മേക്ക് ഷുവർ. അതപ്പം മീനിങ് മാറി. സി നോക്കാം. നോ സൂണർ ഹി കെയിം ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. നോ സൂണർ ഹി കെയിം ഹി മെയ്ഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ്, അതാണ് ഇച്ചിരി രണ്ടുമാണ് കൺഫ്യൂഷൻ. ബാക്കി രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. എനിക്ക്
സത്യം പറഞ്ഞാൽ അറിയില്ല. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി ഹീ വുഡ് ബൈ എ ന്യൂ കാർ. ഹാവ് വരില്ല. ജെയിംസ് ഹാസ് ഇനഫ് മണി ഹീ വിൽ ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. ജെയിംസ് ഹാഡ് ഇനഫ് മണി. പിന്നെ 65ാമത്തെ ക്വസ്റ്റ്യൻ, ഹി വാസ് ആബ്സെൻറ്റ് ബിക്കോസ് ഹി വാസ് സിക്ക്. ബാക്കിയൊന്നും വരില്ല, ഇതിൽ വേണ്ട, അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 67, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്നാണ്. ഡിസ്ക്രിപ്പൻസി, ഡിസ്ക്രിപ്പൻസി ആണ്. ഡിസ്ക്രി, CREPANCY, DIS, CREPANCY, ഡിസ്ക്രിപ്പൻസി. ഹിസ് പേജ് that has taken the wind out of my sails, മെയ്ഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. ചിലത് നമ്മൾ എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കയ്യൊക്കെ അനങ്ങുന്നുണ്ടാവും, പക്ഷെ അത് ഉദ്ദേശിച്ച രീതിയിലൊക്കെ ആയിരിക്കില്ല. നമ്മളിങ്ങനെ പറഞ്ഞതിൻ്റെ ഉള്ളിൽ മുഴുകിപ്പോവില്ല. അത് തന്നെയാണ് ഹിസ് പേജ് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് വെച്ചാൽ മെയ്ഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. അതാണ് പറയുന്നത്. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ, ദേ സെഡ് ലെറ്റ് us come in. They requested me to let them come in. They requested me to let them come in. Let us എന്നുള്ളത് let them come in. They requested me to let them come in. A speech made by someone for the first time ഇനാണ് എന്തെന്ന് പറയുന്നത്, മെയ്ഡ് എന്ന് പറയുന്നത്. മെയ്ഡൻ സ്പീച്ച്. For the first time is മെയ്ഡൻ സ്പീച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മലയാളമാണ്. ശരിയായ പ്രയോഗം 1ഉം 3ഉം ശരിയാണെന്നാണ്. എന്ന് വെച്ചാൽ 10 തെങ്ങും 100 പുസ്തകവും. 10 തെങ്ങുകളിൽ നിന്നും 100 പുസ്തകങ്ങളെന്നും പറയില്ല. 10 തെങ്ങും 100 പുസ്തകം മേടിച്ചു തന്നെ. അച്ഛൻ 2 പുസ്തകം മേടിക്കണേ. 2 പുസ്തകങ്ങൾ മേടിക്കണം എന്ന് പറയില്ല. 2 പുസ്തകം മേടിക്കണം. അച്ഛൻ 2 പുസ്തകം മേടിക്കണേ. അച്ഛൻ 2 പുസ്തകങ്ങൾ മേടിക്കണേ എന്ന് നമ്മൾ പറയില്ല. അച്ഛൻ 2 പുസ്തകം മേടിക്കണേ. പിന്നെ 72ാമത്തെ ക്വസ്റ്റ്യൻ, നേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് നേത്രി. 73, മിന്നാമിനിങ് എന്ന പദത്തിൻ്റെ പര്യായ പദമാണ് തൈജസകീടവും ഗദ്യോതവും. മിന്നാമിനിങ് ആണ് പ്രകാശകൻ. കേൾക്കുമ്പോൾ എന്തായാലും ഉറപ്പാടും തോന്നും പ്രകാശിതം. ഇത് രണ്ടും വേണമെങ്കിൽ 1ഉം 2ഉം എഴുതാൻ എളുപ്പമായിട്ട് അറിയാൻ പാടില്ലാത്തവർക്ക് തോന്നും, പക്ഷെ ഉത്തരം എന്താണ്? മിന്നാമിനിങ് എന്ന പദത്തിൻ്റെ പര്യായ പദം തൈജസകീടം ഗദ്യോതം. തൈജസകീടവും ഗദ്യോതവും. ഫടൻ എന്ന വാക്കിൻ്റെ അർത്ഥം, ഫടൻ എന്ന് വെച്ചാൽ വഞ്ചകൻ. ഫടൻ ഫടാന്നല്ല, ഫടൻ വഞ്ചകൻ. വഞ്ചക എന്ന് പറയണതിന് എടഫടനേ വഞ്ചകൻ. ഫു ഈ സലീം കുമാറൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എടഫടനേ വഞ്ചക എന്ന് പറയണതിന് പകരം എടഫടനേ ഫടൻ. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് അർത്ഥവും വിത്തമും. അർത്ഥം വിത്തം. അർത്ഥം നമ്മൾ പറയില്ല അർത്ഥം എന്താണെന്ന്, ആ അർത്ഥവും പിന്നെ വിത്തം, വിത്ത്. എന്തിന്? ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് അർത്ഥം വിത്തം. ഇനി 76ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ വാക്കുകൾ ഏവ? രക്ഷകർത്താവ് എന്ന് നമ്മൾ പറയും, പക്ഷെ ഉത്തരം തെറ്റാണ്. രക്ഷാകർത്താവ്. അതേപോലെ ഹാർദവം എന്ന് പറയും, പക്ഷെ ഉത്തരം ഹാർദം. ഹാർദം എന്നാണ് ശരിയായിട്ടുള്ളത്. രക്ഷാകർത്താവാണ്. അതേപോലെ ഹാർദം. ഇനി 77, ഫാഷൻ മോങ്ങർ എന്താണ് ഉദ്ദേശിച്ചത്? അഴകിയ രാവണൻ. ഫാഷൻ മോങ്ങർ ആരാണ്? അഴകിയ രാവണൻ. കഥയുടെ പ്രധാനമായ അംശത്തെ പറയുന്ന ഒറ്റപ്പദമാണ് കഥാസാരം. കഥാസാരമാണ് കഥയുടെ പ്രധാനമായ അംശമാണ് കഥാസാരം. പിൽക്കാലം, കണ്ണീർ എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് എങ്ങനെ? പിൽക്കാലം, പിന്നധികം കാലം പിൽക്കാലം, പിന്നെ കണ്ണധികം നീര് കണ്ണീര്, കണ്ണധികം നീര് കണ്ണീര്. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം, അകത്ത് ചീത്ത, പുറമെ വലിയ രസമൊക്കെ കാണിക്കും. ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും കാണിക്കുന്നതിനാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയുന്നത്. 81, താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടം കടന്നു പോകാതെ. ഇത് ആക്ച്വലി ബീറ്റ് ഫോറസ്റ്റിൻ്റെയാണ്, അപ്പോൾ കുറച്ച് ഫോറസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. നമുക്കും പറ്റുന്നതാണ്. താഴെ പറയുന്നവൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്രയിൽ കൂടി പോകും, കർണാടകയിൽ കൂടി പോകും, ഉത്തർപ്രദേശിൽ കൂടി പോകില്ല. ഉത്തരം ഉത്തർപ്രദേശ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ബോഡി ലോൺ. ഭയങ്കര ബോർഡറൊക്കെ നോക്കിയാണ് ആ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫോറസ്റ്റിൻ്റെ ബോർഡർ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം നൽകുന്ന ആക്ടാണ്. വനഭൂമി വനേതര, വനത്തിനേതല്ലാത്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഇങ്ങനെ ഓർത്താൽ മതി. 8 ഇങ്ങനെ പൂട്ടി വെച്ച്, 8, 9 തൊട്ട് അങ്ങോട്ട് വനം പൂട്ടി വെച്ചു. അത് തന്നെയാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. താഴെ പറയുന്നവർ കേരളത്തിലെ വിദേശ സസ്യമല്ലാത്തത് ഏത്? ആഞ്ഞിലിയാണ് വിദേശ സസ്യമല്ലാത്തത്. അക്കേഷ്യ, യൂക്കാലിപ്റ്റസ്, കാറ്റാടി അല്ലെങ്കിൽ ക്വാഷ്വാറിന, ഇതൊക്കെ എന്താണ്? വിദേശ സസ്യമാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതാണ്? WWF. വേൾഡ് വൈഡ് ആണോ? അല്ലല്ലോ, വേൾഡ് വൈൽഡ് ലൈഫ്
എന്തോ ആ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ, മറന്നുപോയി സത്യം പറഞ്ഞാൽ. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചിഹ്നം, മാണ്ട ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു വേൾഡ് വൈഡ് WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഭോപ്പാലിലാണ് എന്ത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. മീൻ, ഫിഷ് വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം നമ്മുടെ മറ്റേ സസ്തനിയാണ്, മനസ്സിലായോ? മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? തിമിംഗല സ്രാവാണ് ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത്. താഴെ പറയുന്നവൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏതാണ്? വയനാട്ടിലില്ല. തേക്കടിയിലും പറമ്പിക്കുളത്തിലൊക്കെ എന്തുണ്ട്? കടുവ സങ്കേതമുണ്ട്. വയനാട്ടിൽ അതില്ല. 89. താഴെ പറയുന്നവൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? പശ്ചിമഘട്ടത്തിൽ കാണുന്ന മരമാണ് ചെങ്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി അല്ല, ചെങ്കുറിഞ്ഞി. ചുവപ്പ് കുറിഞ്ഞി എവിടെ മാത്രം കാണുള്ളൂ? നീലക്കുറിഞ്ഞി അല്ല, ചെങ്കുറിഞ്ഞി. അതെവിടെ മാത്രം കാണുള്ളൂ? പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്നൊരു മരമാണ്. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1986. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ ഈ പറയുന്നത്? 1986 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അത് തന്നെയാണോ കേരള വൃക്ഷ സംരക്ഷണ നിയമം? അറിയില്ല. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ചൂലന്നൂർ. ഞാനിങ്ങനെ ഓർത്തിരിക്കുന്നത്, ചൂലില്ലേ, ചൂല് പണ്ട് ഞാൻ മുറ്റം അടിക്കുമ്പോൾ ചൂല് അടിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ചൂലും കൂടി കൂടിയിരിക്കും. അടിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് വിടർത്തി അതിങ്ങനെ ഒന്ന് കയ്യിൽ പിടിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ പിടിക്കുമ്പോൾ അതിൻ്റെ ചൂലിങ്ങനെ വിടർന്നു വരും, മനസ്സിലായോ? അപ്പോൾ ഈ മയിലിൻ്റെ പോലെ തന്നെ പീലി ഇങ്ങനെ കൂടിയിരിക്കുകയായിരിക്കും, പക്ഷേ അതൊരു സമയത്ത് അതിങ്ങനെ വിടർത്തി കാണിക്കും. നമുക്ക് മുറ്റം അടിക്കണമെങ്കിൽ ചൂലിങ്ങനെ വിടർത്തിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മുറ്റം അടിക്കാൻ പറ്റൂ. കൂട്ടിപ്പിടിച്ചാൽ മുറ്റം പെട്ടെന്ന് അടിച്ച് തീരില്ല. അങ്ങനെ അടിക്കാൻ പറ്റില്ല, ഇങ്ങനെ വിടർത്തണം. സോ മയിലും ഇങ്ങനെ വിടർത്തും. അതാണ് മയിൽ സങ്കേതം എവിടെയാണ്? ചൂലന്നൂർ, ചൂലുള്ളിടത്തും. ഇനി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ജില്ല ഏതാണ്? ബാക്കി എല്ലാ ജില്ലയിലും വന്യജീവി സങ്കേതങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതാണ്? കാസർഗോഡിൽ എന്തില്ല? വന്യജീവി സങ്കേതങ്ങളില്ല. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഗിണ്ടി നാഷണൽ പാർക്ക്, അയ്യോ ഇതിൻ്റെ ആൻസർ പോയതാണ്, ചെന്നൈ ആണ് കേട്ടോ. ഗിണ്ടി നാഷണൽ പാർക്കിൽ ഏത് നഗരത്തിന് സമീപമാണ്? ചെന്നൈ നാഷണൽ പാർക്കിന് സമീപമാണ് ഗിണ്ടി നാഷണൽ പാർക്ക്, ചെന്നൈ. താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏതാണ്? വരയാട് മൂന്നാറിൽ മാത്രം കാണുന്നു. ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വരയാട് മൂന്നാറിൽ മാത്രം കാണുന്നു, അല്ല. വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു, അല്ല. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു, അതാണ് ശരി. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു എന്ന് പറയുന്നതാണ് ശരി. വരയാട് ഇരവികുളത്ത് വരയാടല്ലേ? അത് തന്നെ, ഇരവികുളം വരയാട്. ഇരവികുളത്ത് ഉള്ളതാണ് വരയാട്. പക്ഷെ അതെവിടെ കാണപ്പെടുന്നു? വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നതാണ് എന്ത്? വരയാട്. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഒരു ഭൂപ്രദേശം പ്രത്യേക റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നതിന് ഏത് നിയമപ്രകാരമാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് പ്രഖ്യാപിക്കുന്നത്. എന്താണ് NTFP? എന്തോ കമ്പ്യൂട്ടറിലാണെന്ന് തോന്നും. തടീതര വനോൽപ്പന്നങ്ങളെയാണ് NTFP എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് എലിഫൻ്റ് ആരംഭിച്ച വർഷം 1992. IT നിയമത്തിൽ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. ഡോക്യുമെൻ്റ് സംരക്ഷിക്കുന്നതിന് IT നിയമത്തിൽ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ ഡോക്യുമെൻറ്റുകൾ കോഡുകൾ സുരക്ഷിക്കാനുള്ള ശ്രമമാണ് സെക്ഷൻ 65 എന്ന് പറയുന്നത്. പകർപ്പവകാശം കിട്ടിയതിന് അപ്പുറമുള്ള കാര്യങ്ങൾ എന്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 65. ഇനി അടുത്തത് ജോയിൻറ്റ് അക്കാദമിക് നെറ്റ്വർക്ക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡ് മാറ്റുകയും ചെയ്ത് IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ആർട്ടിക്കിൾ 66 പ്രകാരമാണ് ഇത് പറയുന്നത്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയില്ല, അത് ചെയ്യുന്നതിനെയാണ് സെക്ഷൻ 66 പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.